ഉച്ചത്തിൽ ഉയർന്നു കേട്ട് ഒരു കൂട്ടം മനുഷ്യരുടെ ശബ്ദകോലാഹലങ്ങൾ കേട്ടുകൊണ്ടാണ് ഇടതൂർന്ന ഒരു കുറ്റിക്കാട്ടിൽ വിശ്രമിച്ചിരുന്ന ആ കടുവ തൻ്റെ മയക്കത്തിൽ നിന്നും ഉണർന്നത്. ഉടൻ തന്നെ അവൻ ആ ശബ്ദം കേട്ട കുന്നിൻ ചെരുവിലേക്ക് ധൃതിയിൽ നടന്നു നീങ്ങി. മുന്നിൽ കണ്ട അരുവി മുറിച്ചു കടന്ന് ഒരു കന്നുകാലി പാതയിലൂടെ അവൻ മനുഷ്യരുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കുതിച്ചു. 4 ദിവസമായി ആ കടുവ ഒന്നും തന്നെ ഭക്ഷിച്ചിരുന്നില്ല. അവസാനമായി അവൻ കൊന്നു ഭക്ഷിച്ചത് ഒരു മ്ലാവിനെയായിരുന്നു. ഒടുവിൽ ആ കന്നുകാലി പാതയുടെ ഒരു വളവിൽ വെച്ച് അവൻ ഒരു മനുഷ്യനെ കണ്ടു. അയാൾ ഒരു മരത്തിലിരിക്കുകയായിരുന്നു. കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം ആ കടുവ ആ കന്നുകാലി പാതയിൽ നിന്നും മാറിയിട്ട് അവിടെ വീണ് കിടന്നിരുന്ന ഒരു മരത്തിന് പുറകിലായി പതുങ്ങിക്കിടന്ന് ആ മനുഷ്യനെ നിരീക്ഷിക്കുവാൻ തുടങ്ങി. അപ്പോൾ കടുവയും മനുഷ്യനും തമ്മിൽ ഏകദേശം 30 യാർഡ് അകലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഗ്രാമത്തിൽ നിന്നും തങ്ങളുടെ കന്നുകാലികൾക്ക് വേണ്ടിയുള്ള ഇലകളും പുല്ലുകളും ശേഖരിക്കുന്നതിനു വേണ്ടി വനത്തിലേക്ക് പ്രവേശിച്ച 20 പേരടങ്ങിയ ഒരു കൂട്ടം ആളുകളായിരുന്നു അത്. ദുഷ്ടമൃഗങ്ങളെ അകറ്റി നിർത്തുന്നതിനും തങ്ങളുടെ ആത്മധൈര്യം നിലനിർത്തുന്നതിനും വേണ്ടിയാണവർ ഉച്ചത്തിൽ സംസാരിച്ചിരുന്നത്. ഈ ശബ്ദമാണ് ആ കടുവ കേട്ടത്. ലക്ഷ്യസ്ഥാനം കണ്ടെത്തിയ അവർ ഓരോരോ മരങ്ങളിലേക്ക് കയറി ഇലകൾ നിറഞ്ഞ ശിഖരങ്ങൾ മുറിച്ച് താഴേക്കിടുവാൻ തുടങ്ങി. ഇങ്ങനെ ശേഖരിക്കുന്ന ഇലകൾ തങ്ങൾക്ക് ചുമക്കുവാൻ പാകത്തിനായി വലിയ കെട്ടുകളായി വലിച്ചു കെട്ടും. പിന്നീടവർ അതുമായി ഗ്രാമത്തിലേക്ക് മടങ്ങും. ഇത്തരത്തിൽ മരത്തിൽ നിന്നും വെട്ടിയിട്ട ഇലകളെല്ലാം ചേർത്തുവെച്ച് ഒരു വലിയ കെട്ടുകളാക്കുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ. താൻ വെട്ടിയിട്ട കുറച്ച് ചില്ലകൾ 2 പാറകൾക്കിടയിലുള്ള മലയിടുക്കിലേക്ക് വീണു പോയതായി അയാൾ ശ്രദ്ധിച്ചു. തനിക്കാവശ്യമായ ഇലകൾ ഇതിനോടകം തന്നെ അവൻ എടുത്തുവെങ്കിലും മലയിടുക്കിൽ കിടന്ന ആ ചില്ലകൾ ശേഖരിക്കുന്നതിനായി അവൻ താഴേക്കിറങ്ങി. കുറച്ച് പ്രയാസപ്പെട്ടുവെങ്കിലും അവൻ ആ ചില്ലകൾ എടുക്കുക തന്നെ ചെയ്തു. പെട്ടെന്നാണ് ഭയാനകമായ ഒരു ഗർജനം അവൻ കേട്ടത്. ഞെട്ടിത്തിരിഞ്ഞ് അവൻ കണ്ടത് ആ പാറയിൽ നിന്നും തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ഒരു കടുവയെയാണ്. ആ മനുഷ്യന് ഒന്നും തന്നെ ചെയ്യുവാനുണ്ടായിരുന്നില്ല. പാഞ്ഞു വന്ന കടുവ ആ ചെറുപ്പക്കാരൻ്റെ നേരെ കുതിച്ചു ചാടി. ഭീകരമായ ആ ഗർജനത്തിനിടയിൽ ആ ചെറുപ്പക്കാരൻ ഒന്ന് ശബ്ദിക്കുവാൻ പോലുമാകാതെ തരിച്ചു നിന്നുപോയി. കടുവയുടെ പല്ലുകൾ ആ ചെറുപ്പക്കാരൻ്റെ കഴുത്തിൽ തന്നെ ശക്തമായി അമർന്നു. ചാട്ടത്തിൻ്റെ ആയത്തിൽ ആ കടുവയും ഇരയും താഴെ മലയിടുക്കിലേക്ക് ഒരുമിച്ച് വീണു. എങ്കിലും കടുവ തൻ്റെ പിടുത്തമിട്ടിരുന്നില്ല. ക്രൂരമായ മുരൾച്ചകൾക്കിടയിലും ദയനീയമായ ശബ്ദങ്ങൾ ആ ചെറുപ്പക്കാരനിൽ നിന്നും ഉയരുന്നുണ്ടായിരുന്നു. വൈകാതെ തന്നെ അതും നിലച്ചു. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു വേട്ടക്കഥയുമായാണ്. പ്രശസ്തനായ വേട്ടക്കാരൻ ജിം കോർബറ്റ് എഴുതിയ ദ മാൻ ഈറ്റേഴ്സ് ഓഫ് കൊമ്യൂൺ എന്ന പുസ്തകത്തിൽ അടങ്ങിയ ദ കണ്ട മാൻ ഈറ്റർ എന്ന കഥയാണിത്. ഹണ്ടർ എന്നതിലുപരി നല്ലൊരു റൈറ്റർ കൂടിയായ അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. നരഭോജിയായ കണ്ടാമാൻ ഈറ്ററിൻ്റെയും അതിൻ്റെ ഘാതകനായി എത്തിയ ജിം കോർബറ്റിൻ്റെയും കഥയിലേക്ക് നമുക്ക് പോകാം. വെൽക്കം ടു ഗാണ്ടാൾസ് ഹോം. Storyteller Gandalf. 1929 മുതൽ 1933 വരെ ഗർവാൾ ജില്ലയിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ ദ കണ്ടാമാൻ ഈറ്ററിനെ വകവരുത്താൻ ജിം കോർബറ്റിന് ഉത്തരവ് ലഭിക്കുകയുണ്ടായി. കോർബറ്റ് ഈ കാലഘട്ടങ്ങളിൽ കൊമ്യൂൺ പ്രവിശ്യയിൽ തൻ്റെ സേവനം അനുഷ്ഠിച്ചു വരുന്ന സമയമാണ്. ഗർവാൾ ജില്ലയിലെ ജനങ്ങളുടെ കത്ത് കോർബറ്റിന് ലഭിച്ചപ്പോഴേക്കും ആ നരഭോജി 5ഓളം മനുഷ്യരെ കൊല്ലുകയും 2-ലധികം ആളുകളെ മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. നരഭോജിയോടുള്ള ഭയം കാരണം ജനങ്ങൾ വീടിന് പുറത്തിറങ്ങുവാൻ പോലും ഭയപ്പെട്ടു. കന്നുകാലികളെ വനത്തിലേക്ക് മേയുവാൻ കൊണ്ടുപോകുന്നത് പറ്റാതെയായി. അങ്ങനെയെങ്കിൽ അവയ്ക്ക് വേണ്ട പുല്ലുകളും ഇലകളും ശേഖരിക്കുവാൻ ഗ്രാമീണർ വനത്തിലേക്ക് പോകണമെന്ന് വെച്ചാലും അത് പറ്റാതെയായി. കാരണം ആ കൊലയാളി കടുവയ്ക്ക് കന്നുകാലിയെന്നോ മനുഷ്യനെന്നോ വേർതിരിവില്ലായിരുന്നു. ഗ്രാമീണർ കൃഷിസ്ഥലങ്ങളിലേക്ക് പോലും പോകുവാൻ ഭയപ്പെട്ടു തുടങ്ങി. അവരുടെ ഗോതമ്പ് പാടങ്ങൾ മാനുകളും മറ്റു മൃഗങ്ങളും നശിപ്പിക്കുവാനും തുടങ്ങി. ഇത്രയുമായതോടെ ഗർവാൾ ജില്ലയിലെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലായി. സാഹചര്യം കൂടുതൽ ദുഷ്കരമാകുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളെല്ലാവരും കൂടി മുൻകൈയെടുത്ത് തങ്ങളുടെ വിഷമങ്ങൾ അറിയിച്ചുകൊണ്ടും സഹായത്തിനായി അഭ്യർത്ഥിച്ചുകൊണ്ടും ജിം കോർബറ്റിന് കത്തയക്കുകയായിരുന്നു. ഞാൻ ജിം കോർബറ്റ്. എന്തൊക്കെയാണെങ്കിലും നമ്മളിലുള്ള ചെറിയ അന്ധവിശ്വാസങ്ങൾ നമ്മളുടെ കൂട്ടുകാർക്ക് തമാശയായി തോന്നുമെങ്കിലും സ്വയമേ നമുക്കത് കുറച്ച് യാഥാർത്ഥ്യമുള്ള കാര്യം തന്നെയാണ്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, എങ്കിലും വേട്ടക്കാർ അവരുടെ ചെറിയ അന്ധവിശ്വാസങ്ങൾ വളരെ ഗൗരവമായി എടുക്കാറുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് വേട്ടയ്ക്കായി പോകുമ്പോൾ കൃത്യം 5 കാട്രിഡ്ജസ് ആണ് എടുക്കുക. ഒന്നു കൂടുകയുമില്ല,
ഒന്ന് കുറയുകയുമില്ല. ഇതുപോലെ തന്നെ മറ്റൊരു സുഹൃത്ത് കൃത്യം 7 എണ്ണം മാത്രമേ എടുക്കൂ. നോർത്തേൺ ഇന്ത്യയിൽ തന്നെ പ്രശസ്തനായ എൻ്റെ ഒരു സുഹൃത്ത് തൻ്റെ വിൻ്റർ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് തന്നെ ആദ്യം ഒരു മഹർഷീറിനെ കൊന്നുകൊണ്ടാണ്. ഇനി എൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് പാമ്പുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ എത്രയൊക്കെ ശ്രമിച്ചെങ്കിലും, എത്രയൊക്കെ പ്രയത്നങ്ങൾ ഞാൻ ചിലവഴിച്ചുവെങ്കിലും ആദ്യമേ തന്നെ ഞാനൊരു പാമ്പിനെ കൊല്ലുന്നില്ല എങ്കിൽ എൻ്റെ പ്രവൃത്തികളെല്ലാം ഉപയോഗശൂന്യമായിരിക്കും. ഇങ്ങനെ ഒരു ശക്തമായ തോന്നൽ എനിക്കുണ്ടാകാറുണ്ട്. കോർബറ്റിൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും കുറച്ച് ശൈലികൾ നമുക്കായി അദ്ദേഹം പങ്കുവെച്ചവയാണിതെല്ലാം. നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലിന് ശേഷം ഒരു വൈകുന്നേരമാണ് കോർബറ്റ് തൻ്റെ 2 മുറികളുള്ള ഫോറസ്റ്റ് ബംഗ്ലാവിലേക്ക് തിരിച്ചെത്തുന്നത്. ചെങ്കുത്തായ മലമുകളിലൂടെ ഏകദേശം 15 ദിവസമാണ് അദ്ദേഹം ആ നരഭോജിയെ തെരഞ്ഞു നടന്നത്. കട്ടിയുള്ള മുൾച്ചെടികൾക്കിടയിലൂടെയുള്ള യാത്ര കോർബറ്റിൻ്റെ കൈകളിലും കാലുകളിലും വളരെയധികം മുറിവുകൾ സമ്മാനിച്ചിരുന്നു. ബംഗ്ലാവിലെത്തിയ കോർബറ്റിനെ സ്വാഗതം ചെയ്ത് ഒരുപറ്റം ഗ്രാമീണർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സാഹിബ്, ഞങ്ങൾ ഇതുവരെയും അങ്ങേയും കാത്തിവിടെ നിൽക്കുകയായിരുന്നു. ആ ദുഷ്ടമൃഗത്തെ ഞങ്ങൾ ഇന്ന് കണ്ടിരുന്നു. അവൻ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ കൂടി ചുറ്റി നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഒരാൾ കോർബറ്റിനോട് കാര്യം അവതരിപ്പിച്ചു. എന്നാൽ അപ്പോൾ തന്നെ സമയം അതിക്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കോർബറ്റ് ഗ്രാമീണർക്ക് വേണ്ട മുൻകരുതലുകൾ നൽകിയിട്ട് അവരെ അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചയച്ചു. ഇന്ന് രാത്രിയിൽ ആരും തന്നെ ഗ്രാമം വിട്ട് പുറത്തേക്ക് പോകരുത്. ബംഗ്ലാവ് നിലകൊള്ളുന്ന കുന്നിൻ്റെ അങ്ങേയറ്റത്താണ് അവരുടെ ഗ്രാമവും സ്ഥിതി ചെയ്യുന്നത്. ഗ്രാമത്തിൻ്റെ ഒറ്റപ്പെട്ട സ്ഥാനവും നിബിഡമായ വനത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നതും കൊണ്ട് ഈ ഗ്രാമം മറ്റു ഗ്രാമങ്ങളിൽ നിന്നും കൂടുതൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. നരഭോജി കടുവ അവസാനം ഇരയാക്കിയവരിൽ 2 സ്ത്രീകളും 1 പുരുഷനും ഉൾപ്പെട്ടിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ കോർബറ്റ് ഗ്രാമത്തിനു ചുറ്റിനും പരിശോധനയ്ക്കായി ഇറങ്ങി. ഏറെ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം മഴവെള്ളം കുത്തിയൊലിച്ചു പോകുന്ന ഒരു വലിയ ചാലിൻ്റെ ഭാഗത്ത് എത്തിച്ചേർന്നു. ആ ഭാഗത്ത് എവിടെയും നരഭോജിയുടെ കാൽപാദങ്ങൾ കണ്ടെത്തുവാൻ കോർബറ്റിനായില്ല. പെട്ടെന്ന് കോർബറ്റിൽ നിന്നും ഒരു 25 അടി അകലെയായി അദ്ദേഹം ഒരു ചലനം കണ്ടു. അയാൾ ജാഗരൂകനായി. ചലനം കണ്ട ഭാഗത്തേക്ക് അദ്ദേഹം സൂക്ഷിച്ചു നോക്കി. താഴെയായി കണ്ട ഒരു വെള്ളക്കെട്ടിലേക്കാണ് ആദ്യം അദ്ദേഹം നോക്കിയത്. ആ വെള്ളക്കെട്ടിൽ നിന്നും ഒരു പാമ്പ് വെള്ളം കുടിക്കുന്നത് അദ്ദേഹം കണ്ടു. ഇടയ്ക്ക് ആ പാമ്പൊന്ന് തല പൊക്കിയപ്പോഴാണ് കോർബറ്റ് അതിനെ കണ്ടത്. ആ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ അതൊരു രാജവെമ്പാലയാണെന്ന് കോർബറ്റിന് പിടികിട്ടി. കോർബറ്റ് അന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു നാഗത്താനായിരുന്നു അത്. അതിൻ്റെ കഴുത്ത് മുതൽ നിലത്ത് മുട്ടുന്ന ശരീരഭാഗം വരെ കടും ചുവപ്പും ഓറഞ്ച് നിറങ്ങളാലും മനോഹരമായിരുന്നു. പിൻഭാഗത്തിന് ഒലിവ് ഗ്രീൻ നിറവും വാൽ ഭാഗത്തിന് നല്ല തിളങ്ങുന്ന കറുപ്പ് നിറവുമുള്ള ആ രാജവെമ്പാലയ്ക്ക് 13 മുതൽ 14 അടി വരെ നീളമുണ്ടായിരുന്നു. കാര്യം സുന്ദരനാണെങ്കിലും അവൻ പ്രകോപിതനായാൽ പ്രശ്നമാണ്. അസ്വസ്ഥതയാൽ അവൻ കാണിക്കുന്ന അക്രമങ്ങളെക്കുറിച്ചും അത്തരം സന്ദർഭങ്ങളിൽ അവൻ്റെ വേഗതയെക്കുറിച്ചും കോർബറ്റ് ബോധവാനായിരുന്നു. തൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം ഒട്ടും സുരക്ഷിതമല്ലെന്ന് തോന്നിയ കോർബറ്റ് ചെറിയൊരു പാറയുടെ പുറകിലേക്ക് മാറി നിന്നു. സമയം കടന്നുപോയി. കോർബറ്റ് തൻ്റെ സാന്നിധ്യം ആ നാഗത്താനെ അറിയിച്ചതേയില്ല. ഒരൊറ്റ ഷോട്ടിൽ ഈ പിരിമുറുക്കങ്ങളെല്ലാം തന്നെ കോർബറ്റിന് അവസാനിപ്പിക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം അത് ചെയ്തില്ല. ഒന്നാമത് തോക്കിന് നല്ല ഭാരം, രണ്ടാമത് ആ നരഭോജി കടുവയെങ്ങാനും ഈ വെടിയൊച്ച കേട്ടാൽ പിന്നെ അവൻ അടുത്ത ഗ്രാമം പിടിക്കും. എന്നാൽ അതിൻ്റെ ആവശ്യം വന്നില്ല. വെള്ളം കൂടി കഴിഞ്ഞതും തൻ്റെ പത്തി താഴ്ത്തിയിട്ട് നാഗത്താൻ കോർബറ്റിന് എതിർവശത്തുകൂടി കാട്ടിലേക്ക് ഇഴയുവാൻ തുടങ്ങി. കോർബറ്റ് അവനെ തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിലൊതുങ്ങി ഒരു കല്ല് തപ്പിയെടുത്തു. ശേഷം അവൻ്റെ തലയെ തന്നെ ലക്ഷ്യം വെച്ച് ഒരൊറ്റ ഏറ്. വേറെ ഏതൊരു പാമ്പാണെങ്കിലും ആ ഒറ്റ പ്രഹരം മതിയായിരുന്നു കാലാപുരയിൽ ചെല്ലുവാൻ. എന്നാൽ ഇവിടെ ഏറ് കിട്ടിയ നാഗത്താൻ പ്രകോപിതനാവുകയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോർബറ്റിനെ കണ്ടുപിടിക്കുകയും ചെയ്തു. കോർബറ്റ് പരിഭ്രാന്തനായി. ശരവേഗത്തിൽ തന്നെ ആ രാജവെമ്പാല കോർബറ്റിന് നേരെ കുതിച്ചു ചെല്ലുവാൻ തുടങ്ങി. കോർബറ്റ് പെട്ടെന്ന് തന്നെ മറ്റൊരു വലിയ കല്ല് കയ്യിലെടുത്തു. വീണ്ടും നാഗത്തിന് നേരെ പ്രയോഗിച്ചു. എങ്കിലും അപ്പോഴേക്കും അവൻ കോർബറ്റിൻ്റെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു. എന്നാൽ ശക്തമായ രണ്ടാമത്തെ പ്രഹരം കൂടി താങ്ങുവാൻ ആ രാജവെമ്പാലയ്ക്കായില്ല. ആ വലിയ കല്ല് കൃത്യം അവൻ്റെ കഴുത്തിൽ തന്നെ ശക്തിയിൽ പതിക്കുകയും അവൻ മരണപ്പെടുകയും ചെയ്തു. കോർബറ്റിന് വലിയൊരു സംതൃപ്തി തോന്നി. നരഭോജി വേട്ട ഇനി എന്താണെങ്കിലും വിജയകരമാകുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിൻ്റെ കാരണം അദ്ദേഹം നമ്മളോട് പറയുകയും ചെയ്തിരുന്നുവല്ലോ. അന്നത്തെ ദിവസം മുഴുവൻ നരഭോജിക്ക് വേണ്ടിയുള്ള തിരച്ചിലിലായിരുന്നു കോർബറ്റ്. അന്ന് വൈകുന്നേരത്തോടുകൂടി കന്താമാൻ ഈറ്ററിൻ്റെ കാൽപ്പാടുകൾ കോർബറ്റ് കണ്ടെത്തുകയുണ്ടായി. അവൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഗ്രാമത്തെ തന്നെയാണെന്ന് കോർബറ്റിന് മനസ്സിലായി. അദ്ദേഹം ഉടനെ തന്നെ ഗ്രാമത്തിലെത്തി ഗ്രാമീണർ വിവരങ്ങൾ ധരിപ്പിച്ചു. ആ ഗ്രാമത്തിൽ ഏകദേശം 100ഓളം ആളുകൾ താമസിച്ചിരുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം കോർബറ്റ് പിറ്റേന്ന് രാവിലെ തന്നെ ഗ്രാമത്തിലേക്ക് തിരികെ എത്താമെന്ന വ്യവസ്ഥയിൽ തൻ്റെ ബംഗ്ലാവിലേക്ക് മടങ്ങി. ഗ്രാമത്തിൽ നിന്ന് ബംഗ്ലാവിലേക്ക് 4 മൈൽ ദൂരമുണ്ട്. അത് വനത്തിലൂടെയും. നരഭോജി ഭരിക്കുന്ന വനത്തിലൂടെ സുരക്ഷിതമായി നടക്കണമെങ്കിൽ ഒരാൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതായുണ്ട്. കൂടാതെ വനത്തിൻ്റെ നിയമങ്ങളും അറിഞ്ഞിരിക്കണം. ഇത് ലംഘിക്കുന്നത് ആ കടുവയ്ക്ക് എളുപ്പത്തിൽ ഇരയെ ലഭിക്കുവാൻ സഹായിക്കും.
എന്തായാലും കോർബറ്റ് അന്ന് രാത്രിയിൽ നല്ല രീതിയിൽ ഉറങ്ങുകയും പിറ്റേന്ന് രാവിലെ തന്നെ ഗ്രാമത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഗ്രാമത്തിലെത്തിയ കോർബറ്റിനെ വരവേറ്റത് അവിടുത്തെ ഒരുപറ്റം അസ്വസ്ഥരായ ആളുകളായിരുന്നു. കോർബറ്റിനെ കണ്ടതും അവർ ഓടിയെത്തി. സാഹിബ്, ആ കടുവ ഇന്നലെയും വന്നിരുന്നു. ഗ്രാമീണരിൽ ഒരാളുടെ കന്നുകാലിയെ അവൻ കൊന്നു. പിന്നെ അവൻ ആ കാട്ടിലേക്ക് കയറിപ്പോയി. ഗ്രാമീണർ ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് കോർബറ്റ് നോക്കി. കന്നുകാലിയെ വലിച്ചിഴച്ചുകൊണ്ടുപോയ പാടുകൾ അദ്ദേഹം കണ്ടെത്തി. ശേഷം വേണ്ട മുൻകരുതലുകളോടെ കോർബറ്റ് വനത്തിലേക്ക് നടന്നു കയറി. ഏറെ നേരത്തെ നടത്തത്തിന് ശേഷം അദ്ദേഹം എത്തിച്ചേർന്നത് ഒരു കുന്നിൻ ചെരുവിലാണ്. ഇരയെ കഴിക്കുവാൻ സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്തുന്നതുവരെ അവൻ അതിനെയും കൊണ്ട് യാത്രയിലായിരിക്കും. ഈ കുന്നിൻ മുകളിൽ അതിനു പറ്റിയ സ്ഥലം കാണുവാൻ സാധ്യതയുണ്ട്. രക്തത്തുള്ളികളും കാൽപ്പാടുകളും കോർബറ്റിൻ്റെ നിഗമനത്തെ കൂടുതൽ ശക്തമാക്കി. അദ്ദേഹം ആ കുന്ന് കയറുവാൻ തുടങ്ങി. മുൾച്ചെടികളുടെയും മുരടിച്ചു നിൽക്കുന്ന മുളകളുടെയും ഇടയിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു. പോരാത്തതിന് കയറ്റവും. കോർബറ്റ് ആകെ മുഴുവൻ വിയർത്തു കുളിച്ചു. മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ കടുവയെങ്ങാനും പെട്ടെന്ന് കാണുവാനിടയായാൽ വിയർത്ത കൈകൾ ഉപയോഗിച്ചുള്ള തോക്കിൻ്റെ പ്രയോഗം ലക്ഷ്യം കാണുകയില്ല എന്ന് കോർബറ്റിന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം ഒരിടത്ത് കുറച്ചു നേരം വിശ്രമിക്കുന്നതിനായി ഇരുന്നു. ഇടയ്ക്കൊന്ന് പുകവലിക്കുകയും ചെയ്തു. കോർബറ്റിൻ്റെ മുന്നിലുള്ള നില മുഴുവൻ മിനുസമുള്ള വലിയ പാറക്കല്ലുകൾ നിറഞ്ഞതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷൂ റബ്ബർ സോൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. ആയതിനാൽ ആ കല്ലുകളിലൂടെയുള്ള യാത്ര കോർബറ്റിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം തൻ്റെ ഇരയ്ക്കടുത്തായി മയങ്ങിക്കിടക്കുന്ന നരഭോജി കടുവയെ കാണാമെന്ന വിശ്വാസത്തോടെ കോർബറ്റ് വീണ്ടും നടത്തം ആരംഭിച്ചു. ഏറെ വൈകിയില്ല. ഒരു മരത്തിന് ചുവട്ടിലായി ആ കന്നുകാലി കിടക്കുന്നത് കോർബറ്റ് കണ്ടെത്തി. എന്നാൽ ആ കടുവ അടുത്തെങ്ങും ഉണ്ടായിരുന്നില്ല. ഒരു പരന്ന പാറയുടെ മുകളിൽ സ്ഥാനം പിടിച്ച കോർബറ്റ് സൂക്ഷ്മതയോടെ പരിസരം വീക്ഷിക്കുവാൻ തുടങ്ങി. വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് കോർബറ്റ് വളരെ ബോധവാനായിരുന്നു. ഏകദേശം 3-4 മിനിറ്റുകൾ കോർബറ്റ് അനങ്ങാതെ നിശ്ചലനായി നിന്നു. പെട്ടെന്ന് ആ കടുവ തന്നെ വളരെ അടുത്തു നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നു എന്നൊരു തോന്നൽ കോർബറ്റിനുണ്ടായി. കോർബറ്റിന് അനുഭവപ്പെട്ട അതേ തോന്നൽ തന്നെയാവണം ആ കടുവയ്ക്കുണ്ടായതും. ആ തോന്നൽ തന്നെയാവണം കടുവയെ തൻ്റെ മയക്കത്തിൽ നിന്നും ഉണർത്തിയതും. കോർബറ്റിൻ്റെ ഇടതുവശത്തായി ഒരു കുറ്റിക്കാടുണ്ടായിരുന്നു. കോർബറ്റ് അവിടേക്ക് സൂക്ഷിച്ചു നോക്കി. ഏതു നിമിഷവും കടുവയെ കോർബറ്റ് അവിടെ പ്രതീക്ഷിച്ചു. എന്നാൽ അടുത്ത നിമിഷം കുറ്റിച്ചെടികൾക്ക് പുറകിലൂടെ കുന്നിൻചെരുവ് ലക്ഷ്യമാക്കി അതിവേഗത്തിൽ പായുന്ന കടുവയെയാണ് കോർബറ്റ് കണ്ടത്. തൻ്റെ റൈഫിൾ എടുക്കുന്നതിന് മുമ്പേ തന്നെ ആ കടുവ പെട്ടെന്നൊരു മരത്തിന് പിറകിൽ അപ്രത്യക്ഷമായി. എന്നാൽ ഒരു 60 യാർഡുകൾക്കപ്പുറത്തായി കടുവയെ കോർബറ്റ് വീണ്ടും കണ്ടു. അവനൊരു പാറയ്ക്ക് മുകളിലേക്ക് ചാടി കയറുവാൻ ശ്രമിക്കുകയായിരുന്നു. കോർബറ്റിൻ്റെ റൈഫിളിൽ നിന്നും വെടിപൊട്ടി. കടുവ അലറിക്കൊണ്ട് പാറയിൽ നിന്നും പുറകിലേക്ക് തന്നെ കല്ലുകളും ചിതറിച്ചുകൊണ്ട് മറിഞ്ഞു വീണു. അവൻ്റെ പുറം തകർന്നു കാണണം കോർബറ്റ് അനുമാനിച്ചു. മുറിവേറ്റ മൃഗം തൻ്റെ നേരെ വരുന്നത് നോക്കി കോർബറ്റ് ഇരുന്നു. എന്നാൽ കോർബറ്റിനെ അമ്പരിപ്പിച്ചുകൊണ്ട് ആ കടുവ കുന്നിറങ്ങി ഓടുവാൻ തുടങ്ങി. അവന് പരിക്കൊന്നും ഏറ്റതായി കോർബറ്റിന് തോന്നിയില്ല. കോർബറ്റ് ആകട്ടെ മറ്റൊരു ഷോട്ടിന് ശ്രമിച്ചതുമില്ല. അത്രയ്ക്കും ദൂരത്തെത്തിയ കടുവ വൈകാതെ തന്നെ അപ്രത്യക്ഷനായി. കോർബറ്റ് കടുവയ്ക്ക് വെടികിട്ടിയ സ്ഥലത്തെത്തി പരിശോധിക്കുവാൻ തുടങ്ങി. കടുവയുടെ ഇടത് കൈമുട്ടിൽ തട്ടിയ ബുള്ളറ്റ് ആ അസ്ഥിയുടെ കുറച്ച് ഭാഗം മുറിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ചില വിഡ്ഢികളായ മനുഷ്യർ ആ അസ്ഥിയെ വിളിച്ചിരുന്നത് ദ ഫണ്ണി ബോൺ എന്നായിരുന്നു. മുറിവിൽ നിന്നും ചെറുതായ രക്തം വീഴുന്നുണ്ടായിരുന്നു. എങ്കിലും കടുവ പോയ വഴി ഇടതൂർന്ന കുറ്റിച്ചെടികൾ നിറഞ്ഞതായിരുന്നതിനാൽ പുറകെ പോകുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് കോർബറ്റിന് തോന്നി. കോർബറ്റ് ആ ദൗത്യത്തിന് നിന്നില്ല. ഗ്രാമത്തിലൊരു വൃദ്ധനും അദ്ദേഹത്തിൻ്റെ മകനും വളരെ സന്തോഷപൂർവ്വം താമസിക്കുന്നുണ്ടായിരുന്നു. 1914 മുതൽ 1918 വരെയുള്ള യുദ്ധസമയത്ത് ആർമിയിൽ സേവനമനുഷ്ഠിച്ച ആളായിരുന്നു ആ വൃദ്ധൻ. തൻ്റെ മകനെയും ഒരു പട്ടാളക്കാരനാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. 18 വയസ്സ് കഴിഞ്ഞ ഒരു ദിവസത്തിൽ പട്ടണത്തിലേക്ക് പുറപ്പെട്ട ഒരു സംഘത്തിൻ്റെ കൂടെ ആ ചെറുപ്പക്കാരൻ കൂടുകയും പട്ടണത്തിലെത്തിയപ്പോൾ തന്നെ ആർമി റിക്രൂട്ടിംഗ് ഓഫീസിൽ ആ ചെറുപ്പക്കാരൻ ഇൻ്റർവ്യൂവിനായി ചെല്ലുകയും ചെയ്തു. ഒരു മിലിറ്ററി ഓഫീസറിന് മുന്നിൽ മിലിറ്ററി ചിട്ടകളോടെ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് ഏറെ നേരത്തെ തന്നെ ആ ചെറുപ്പക്കാരനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് ജോലിയും ലഭിച്ചു. നിയമനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ വീട്ടിൽ തിരികെ വയ്ക്കുന്നതിനായി കുറച്ച് ദിവസത്തെ ലീവ് ആ ചെറുപ്പക്കാരന് ലഭിക്കുകയുണ്ടായി. ട്രെയിനിങ് തുടങ്ങുമ്പോൾ തിരികെ എത്തിയാൽ മതി. 5 ദിവസത്തിന് ശേഷം ഒരു ഉച്ച സമയത്താണ് ആ ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടിൽ എത്തിച്ചേർന്നത്. ചെറുപ്പക്കാരൻ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഗ്രാമത്തിൽ അന്വേഷിച്ചപ്പോൾ ഇരുട്ടുന്നതിന് മുമ്പേ അച്ഛൻ തിരികെ എത്തുമെന്ന് അറിയുകയും ചെയ്തു. ശരിക്കും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇലകൾ ശേഖരിക്കുന്നതിനായി വനത്തിൽ പോയതായിരുന്നു. കോർബറ്റ് രാജബൊമ്പാലയെ കണ്ട അതേ സ്ഥലം. ഭക്ഷണത്തിന് ശേഷം 20 പേരടങ്ങിയ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ആ ചെറുപ്പക്കാരനും ഇലകൾ ശേഖരിക്കുന്നതിനായി വനത്തിലേക്ക് കയറി.
തൻ്റെ കന്നുകാലികൾക്കുള്ള ഭക്ഷണശേഖരവും അവൻ്റെ ജോലിയായിരുന്നു. വനത്തിലൂടെ മൈലുകൾ നടന്നതിന് ശേഷം തങ്ങൾക്കാവശ്യമായ മരങ്ങൾക്കടുത്ത് അവർ എത്തിച്ചേർന്നു. ഇവിടെ വെച്ച് അവർ വേർപിരിയും. തങ്ങൾക്കിഷ്ടപ്പെട്ട മരങ്ങളിലേക്ക് അവർ വലിഞ്ഞു കയറും. ശേഷം ഇലകൾ വെട്ടി താഴേക്കിടും. ഇങ്ങനെ വെട്ടിയിടുന്ന ചില്ലകളിലെ ഇലകൾ തങ്ങൾക്ക് ചുമക്കുവാൻ പാകത്തിന് കയറും കൊണ്ട് കെട്ടും. പിന്നീടവർ 2-3 ആളുകളായി തിരിച്ച് ഗ്രാമത്തിലേക്ക് മടങ്ങും. ഇങ്ങനെയാണ് അവർ വനത്തിലേക്ക് കയറുക. ശബ്ദകോലാഹലങ്ങളോടെ ദുഷ്ടമൃഗങ്ങളെ അകറ്റുവാൻ ആ ചെറുപ്പക്കാരനും താൻ തിരഞ്ഞെടുത്ത മരത്തിൽ കയറി. ചില്ലകൾ വെട്ടി താഴേക്കിട്ടു. മതിയായി എന്ന് തോന്നിയപ്പോൾ അവൻ താഴേക്ക് ഇറങ്ങുകയും ചെയ്തു. അവൻ ഇരകളെല്ലാം കൂട്ടിയെടുത്ത് കെട്ടുവാൻ തുടങ്ങി. അപ്പോഴാണ് താൻ വെട്ടിയിട്ട കുറച്ച് ചില്ലകൾ 2 പാറകൾക്കിടയിലുള്ള മലയിടുക്കിലേക്ക് വീണതായി അവൻ ശ്രദ്ധിച്ചത്. അതെ, ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ചെറുപ്പക്കാരൻ തന്നെയാണ്. കഥയുടെ തുടക്കത്തിൽ കടുവയ്ക്കിരയായ അതേ ചെറുപ്പക്കാരൻ. കൊല നടക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ അവിടെ ഉണ്ടായിരുന്നുവോ അതോ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നുവോ എന്ന് കോർബറ്റിന് കൃത്യമായി മനസ്സിലായില്ല. ചെറുപ്പക്കാരൻ്റെ അച്ഛൻ തിരികെ ഗ്രാമത്തിലെത്തിയപ്പോൾ തന്നെ തൻ്റെ മകന് പട്ടാളത്തിൽ ജോലി കിട്ടിയെന്ന സന്തോഷവാർത്ത അറിയുകയുണ്ടായി. കുറച്ച് ദിവസത്തെ ലീവ് ഉള്ളതുകൊണ്ട് അവൻ വീട്ടിലെത്തിയതായും ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ഇരകൾ ശേഖരിക്കുന്നതിനായി കാട്ടിലേക്ക് പോയതായും അദ്ദേഹത്തോട് ഗ്രാമീണർ പറഞ്ഞു. നിന്റെ മകനിപ്പോൾ തിരിച്ചെത്തിക്കാണും, നീ അവൻ്റെ അടുത്തേക്ക് ചെല്ല്, വൃദ്ധൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു. എന്നാൽ വീട്ടിലെത്തിയ വൃദ്ധന് തൻ്റെ മകനെ കണ്ടെത്തുവാനായില്ല. സമയം ഇരുട്ടാറായിരുന്നു. അദ്ദേഹം അപ്പോൾ തന്നെ അവൻ്റെ കൂടെ കാട്ടിലേക്ക് പോയ മറ്റുള്ളവരുടെ അടുത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എന്നാൽ അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞത്, താഴ്വരയിൽ എത്തിയ ശേഷം ഞങ്ങൾ പല വഴി മാറിയിരുന്നു. ഞങ്ങൾ ആരും അവിടെ നിന്ന് തിരികെ പോന്നപ്പോൾ അവനെ കണ്ടതായി ഓർക്കുന്നില്ല എന്നാണ്. പേടിച്ചു പോയ വൃദ്ധൻ ഉടൻ തന്നെ ഗ്രാമാതിർത്തിയിലുള്ള ഒരു കുന്നിന് മുകളിലേക്ക് ചെല്ലുകയും തുടരെ തുടരെ തൻ്റെ മകനെ വിളിക്കുകയും ചെയ്തു. എങ്കിലും ഒരു പ്രതികരണവും അദ്ദേഹം കേട്ടില്ല. വൃദ്ധൻ്റെ വിളികൾ കാട്ടിലെങ്ങും മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഗ്രാമത്തെ ഇരുട്ട് മൂടുവാൻ തുടങ്ങി. അയാൾ ധൃതിയിൽ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. വീട്ടിൽ നിന്നും മങ്ങിയ വെളിച്ചമുള്ള ഒരു ചെറിയ വിളക്കുമായി വൃദ്ധൻ വനത്തെ ലക്ഷ്യമാക്കി ഗ്രാമത്തിലൂടെ നടന്നു നീങ്ങി. ഗ്രാമീണർ വൃദ്ധനെ തടുക്കുവാൻ നോക്കിയെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനെ നോക്കി പോവുകയാണെന്ന് മറുപടി നൽകി. എന്നാൽ ഗ്രാമീണർ ആ നരഭോജിയെപ്പറ്റി വൃദ്ധനോട് പറഞ്ഞു. അതിൻ്റെ കാര്യം നിങ്ങൾ മറന്നോ എന്നവർ ചോദിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആ നരഭോജി കാരണമാണ് ഞാനിപ്പോൾ അവനെയും അന്വേഷിച്ചു പോകുന്നത്. ഒരുപക്ഷെ മരത്തിൽ നിന്നും വീണ് അവൻ എന്തെങ്കിലും അപകടം പിടഞ്ഞു കാണണം. നരഭോജി കടുവയെ തന്നിലേക്ക് ആകർഷിക്കാതിരിക്കുവാൻ വേണ്ടിയാവണം അവൻ എൻ്റെ വിളികളെ അവഗണിച്ചത്. വൃദ്ധൻ ആരെയും സഹായത്തിനായി ക്ഷണിച്ചില്ല. ആരും സഹായിക്കാമെന്നും പറഞ്ഞില്ല. നരഭോജിയുള്ള ഭയം കാരണം ഗ്രാമീണരെല്ലാവരും അയാളെ അവഗണിച്ചു. വനപ്രദേശങ്ങളിലൂടെ ആ രാത്രി മുഴുവൻ വൃദ്ധൻ തൻ്റെ മകനെ അന്വേഷിച്ച് നടന്നു. കോർബറ്റിൻ്റെ പരിശോധനയിൽ മകൻ മരിച്ചു കിടന്നതിൻ്റെ 10 അടി ദൂരത്തിനടുത്തുവരെ ആ വൃദ്ധൻ പലതവണ തിരഞ്ഞു നടന്നതായി കണ്ടെത്തിയിരുന്നു. നേരം വെളുത്തു തുടങ്ങിയ സാഹചര്യത്തിലാണ് ആ വൃദ്ധൻ 2 പാറകൾക്ക് താഴെയായി ഒരു രക്തച്ചാൽ കണ്ടത്. വിറയ്ക്കുന്ന പാദങ്ങളോടെ വൃദ്ധൻ അങ്ങോട്ടേക്ക് ചെന്നു. കടുവ ഭക്ഷിച്ചിട്ട് ബാക്കി വെച്ച തൻ്റെ മകൻ്റെ അവശേഷിപ്പുകൾ കണ്ട ആ പിതാവ് ആകെ തകർന്നുപോയി. നേരം വെളുത്തപ്പോൾ ഗ്രാമീണർ കണ്ടത് സ്വന്തം മകൻ്റെ കുറച്ച് അവശേഷിപ്പുകളുമായി ഗ്രാമത്തിലേക്ക് വേച്ചു വരുന്ന ആ പിതാവിനെയാണ്. കോർബറ്റ് കടുവയ്ക്ക് നേരെ ഉതിർത്ത വെടിയുടെ ശബ്ദം ഗ്രാമീണർ കേട്ടിരുന്നു. ഗ്രാമത്തിലെത്തിയ കോർബറ്റിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞ് അവർ നിരാശരായി. കോർബറ്റും നിരാശനായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ കോർബറ്റ് കന്നുകാലിയുടെ അടുത്തെത്തി. കടുവ വീണ്ടും അവിടേക്ക് തിരിച്ചെത്തിയിരുന്നു. അവൻ അല്പം വിശപ്പ് അകറ്റിയിട്ടുമുണ്ട്. കോർബറ്റ് കടുവയെ നേരിടുന്നതിനായി പാകമായ ഒരു ഇരിപ്പിടം അന്വേഷിക്കുവാൻ തുടങ്ങി. അവൻ ഇനിയും തിരികെ എത്തുവാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമായ ഒരു മരവും അദ്ദേഹത്തിനവിടെ കണ്ടെത്തുവാനായില്ല. ഇനിയും നിലത്തുനിന്ന് അവനെ നേരിടുന്നത് ബുദ്ധിയല്ലെന്ന് കോർബറ്റിന് തോന്നി. ഒളിയിടം അന്വേഷിക്കുന്നതിനിടയിൽ വളരെ അപ്രതീക്ഷിതമായാണ് കോർബറ്റ് താഴ്വരയിൽ നിന്നും കടുവയുടെ വിളി കേട്ടത്. 2 സാഹചര്യങ്ങളിലാണ് കടുവകൾ ഇങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കാറുള്ളത്. ഒന്ന് ഇണക്കായി തിരയുമ്പോൾ, 2 ചെറിയ പരിക്കുകളുള്ളപ്പോൾ. കോർബറ്റിൻ്റെ അഭിപ്രായം ഒരു വേട്ടക്കാരൻ കടുവയുടെ ഇത്തരം വിളികൾക്ക് മറുവിളി നൽകുവാൻ പഠിച്ചിരിക്കണമെന്നാണ്. കാരണം ആ മറുപടി വിളി അനുകരിക്കുമ്പോൾ കടുവ സ്വമേധയാ അവിടേക്ക് എത്തിക്കൊള്ളും. എന്നാൽ ഇത്തരത്തിലെത്തുന്ന കടുവയെ നേരിടുവാൻ ഒരു വേട്ടക്കാരന് കുറച്ച് സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനയാൾ തയ്യാറായിരിക്കണം. കോർബറ്റ് കടുവയ്ക്ക് മറുപടി നൽകി. കടുവയും തിരിച്ച് കോർബറ്റിന് മറുപടി നൽകി. 1 മണിക്കൂറോളം ഈ വിളികൾ തുടർന്നുപോയി. കടുവ ഈ സമയം കൊണ്ട് താഴ്വരയിൽ നിന്നും കുന്നിന് മുകളിൽ എത്തിയിരുന്നു. എന്നാൽ തലേ ദിവസം അവിടെ വെച്ചുണ്ടായ അപകടത്തിൻ്റെ ഓർമ്മ കാരണം കടുവയും അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. കോർബറ്റ് കുന്നിൻ ചെരുവിൽ നിന്നിരുന്ന ഒരു മരത്തിൽ കയറിയിരുന്നു. കന്നുകാലി കിടന്ന നിരപ്പിൽ നിന്നും 8 അടി ഉയരത്തിലായിരുന്നു അദ്ദേഹം. എന്തൊക്കെ ശബ്ദമുണ്ടാക്കിയിട്ടും ആ പകൽ സമയത്ത് കടുവ പ്രത്യക്ഷപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ കോർബറ്റ് തിരിച്ചു നടന്നു.
അടുത്തുള്ളൊരു കുന്നിൻചെരുവിൽ കോർബറ്റിൻ്റെ കുറച്ച് സഹായികൾ അദ്ദേഹത്തിനുള്ള പ്രഭാത ഭക്ഷണവുമായി എത്തിയിരുന്നു. വൈകിട്ട് 4 മണിയോടെ കോർബറ്റ് താൻ കണ്ടുവച്ച മരത്തിൻ്റെ ശിഖരത്തിൽ കയറിപ്പറ്റി. നാളെ പുലർച്ചെ വരുമ്പോൾ അടുത്തുള്ള ഒരു കുന്നിൽ നിന്നുകൊണ്ട് കൂകി വിളിക്കണമെന്ന് അദ്ദേഹം തൻ്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകി. എന്നാൽ അതിന് മറുപടിയായി താൻ നൽകുന്നത് ഒരു പുള്ളിപ്പുലിയുടെ ശബ്ദമാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം. ഇനി മറുപടി ഒന്നും ലഭിച്ചില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കാവുന്നത്ര ഗ്രാമീണരെയും കൂട്ടി ഈ കുന്നിൻ്റെ 2 വശങ്ങളിൽ നിന്നും വലിയ ശബ്ദങ്ങളോടെയും കല്ലുകൾ എറിഞ്ഞുകൊണ്ട് വരികയും വേണമെന്നും അവരോട് പറഞ്ഞു. ഒരു മരത്തിലിരുന്ന് ഏത് രീതിയിലും ഉറങ്ങുവാനുള്ള കഴിവ് കോർബറ്റിനുണ്ട്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ലങ്കൂർ കുരങ്ങിൻ്റെ അലാറം കോൾ കേട്ട കോർബറ്റ് ശ്രദ്ധാലുവായി. താഴ്വരയിലുള്ള ഒരു മരത്തിന് മുകളിലിരിക്കുന്ന കുരങ്ങിനെ കോർബറ്റ് കണ്ടെത്തി. കുറച്ചു നേരത്തിന് ശേഷം ആ ശബ്ദം നിലച്ചു. മണിക്കൂറുകൾ കടന്നുപോയി. പെട്ടെന്ന് കുന്നിൻ മുകളിൽ നിന്നും ഒരു കല്ലുരുണ്ടുവന്ന് കോർബറ്റ് ഇരുന്ന മരത്തിൽ വന്ന് തട്ടി. അതിനു തൊട്ടുപുറകെ തന്നെ ശക്തമായ ഒരു മൃഗത്തിൻ്റെ കാലടികൾ കോർബറ്റ് കേട്ടു. അത് ആ കണ്ടാമാൻ ഈറ്ററാണെന്ന് കോർബറ്റിന് ഉറപ്പായിരുന്നു. അവൻ ആ താഴ്വരയിലേക്ക് വരുന്നതിന് പകരം താനിരിക്കുന്ന ഭാഗത്തേക്ക് തന്നെ വന്നത് തികച്ചും യാദൃശ്ചികമായിരിക്കാമെന്ന് കോർബറ്റിന് തോന്നി. എന്നാൽ അവൻ കോർബറ്റ് ഇരിക്കുന്ന മരത്തിന് പിന്നിലൂടെ വന്ന് ആഴത്തിലുള്ള മുരളലുകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. അപ്പോൾ ആ വരവ് യാദൃശ്ചികമല്ല എന്ന് കോർബറ്റിന് മനസ്സിലായി. കോർബറ്റ് പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവൻ അവിടെ എത്തിയിരിക്കണം. അവിടെ എവിടെയോ മറഞ്ഞിരുന്ന അവൻ കോർബറ്റ് വരുന്നതും മരത്തിൽ കയറുന്നതും കണ്ടിരിക്കണം. ഞാൻ കുറച്ചുകൂടി ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു, കോർബറ്റ് മനസ്സിലോർത്തു. കോർബറ്റിന് തൻ്റെ റൈഫിൾ ഒന്ന് പ്രവർത്തിപ്പിച്ചാൽ മതിയായിരുന്നു. എങ്കിലും കടുവ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ തൊട്ടടുത്ത് നിന്നുള്ള തോക്കിൻ്റെ ശബ്ദം കേൾക്കുന്ന കടുവ ആ പ്രദേശത്ത് നിന്ന് തന്നെ ഓടിപ്പോകും. അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങളെല്ലാം വെറുതെയാകും. അതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ല. കടുവ തൻ്റെ നേരെ ചാടി വരില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം ആ ചാട്ടമങ്ങാനും പിഴച്ചാൽ അവൻ നേരെ 30 അടി താഴ്ചയിലേക്കായിരിക്കും വീഴുക. എന്നാൽ ആ കടുവയ്ക്ക് അങ്ങനെ ചാടി വീഴേണ്ട ആവശ്യവുമില്ല. കാരണം മരത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കാലിൽ ഉയർന്നു നിന്നാൽ തന്നെ അവന് കോർബറ്റിനെ എത്തുമായിരുന്നു. കോർബറ്റ് സാവധാനത്തിൽ റൈഫിൾ ഉയർത്തി തയ്യാറായിരുന്നു. കടുവ ഇപ്പോൾ കോർബറ്റിനെ പിടിക്കാൻ ശ്രമിച്ചാൽ പോലും തോക്കുമായി അവൻ അപകടകരമായ രീതിയിൽ അടുത്താണ്. ഇനിയിപ്പോൾ കോർബറ്റിന് കടുവയെ കൊല്ലുവാൻ സാധിച്ചില്ല എന്നാണെങ്കിൽ വെടിയൊച്ച കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ചു സമയത്തെ അമ്പരപ്പുകളിൽ മരത്തിൻ്റെ മുകളിലേക്ക് കോർബറ്റിന് കയറുവാനുള്ള സാഹചര്യവും ലഭിക്കും. തുടർച്ചയായ മുരളലുകൾ, ശക്തമായ പാദചലനങ്ങൾ കുറച്ചു സമയം തുടർന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് കടുവ കോർബറ്റിൻ്റെ ഇടതുവശത്തേക്ക് ഒരു ചെറിയ മലയിടുക്കിലേക്ക് എടുത്തു ചാടി. കോർബറ്റ് ശ്വാസം അടക്കി പിടിച്ചിരുന്നു. ഭയാനകമായൊരു നിശബ്ദത എങ്ങും പടർന്നു. ഏറെ വൈകിയില്ല. എല്ലുകൾ പൊട്ടുന്ന ഒരു ശബ്ദം കോർബറ്റ് കേൾക്കുവാൻ തുടങ്ങി. കടുവ ഇരയെടുക്കുകയാണ്. കോർബറ്റ് സമാധാനത്തോടെ മരത്തിൽ ചാരിയിരുന്നു. ആ കുറ്റാക്കൂറ്റൊരുട്ടിൽ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം മാത്രമായിരുന്നു ആ രാത്രിയിൽ പിന്നീട് കേട്ടത്. രാത്രിയുടെ ഇരുട്ട് മൂലമാകണം കോർബറ്റ് ആ സമയത്തൊന്നും ഒരു ഷോട്ടിന് ശ്രമിച്ചില്ല. സൂര്യൻ ഉദിച്ചിരിക്കുന്നു. എന്നിരുന്നാൽ പോലും കോർബറ്റ് ഇരുന്ന പ്രദേശത്ത് മങ്ങിയ വെളിച്ചം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് കോർബറ്റ് അടുത്തുള്ള കുന്നിൽ നിന്നും നീളത്തിലൊരു കൂകിവിളി കേട്ടത്. കോർബറ്റ് നൽകിയ നിർദ്ദേശപ്രകാരം അതിരാവിലെ തന്നെ അവിടെ എത്തിച്ചേർന്ന തൻ്റെ സഹായികളാണതെന്ന് അയാൾക്ക് മനസ്സിലായി. പെട്ടെന്ന് ആ കടുവ തൻ്റെ ഇരയുടെ അടുത്തുനിന്നും എഴുന്നേറ്റ് കോർബറ്റിൻ്റെ ഇടതുഭാഗത്തായുള്ള ഒരു മലയിടുകിലേക്ക് ഓടിപ്പോയി. മനുഷ്യരുടെ ശബ്ദം അവനെ ഭയപ്പെടുത്തിയിരിക്കണം. മങ്ങിയ വെളിച്ചം മാത്രമാണ് ആ താഴ്വരയിലുണ്ടായിരുന്നത്. രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്നതിനാൽ ആ ഷോട്ട് വളരെ പ്രയാസപ്പെട്ടതായിരുന്നു. എങ്കിലും കോർബറ്റ് ആ ഷോട്ട് എടുത്തു. ആ വെടിയുച്ച താഴ്വരയിലെങ്ങും മുഴങ്ങിക്കേട്ടു. കോർബറ്റ് സംതൃപ്തനായി. കാരണം ആ ഷോട്ട് ലക്ഷ്യം കണ്ടിരിക്കുന്നു. എന്നാൽ ആ വെടി കടുവയെ വീഴ്ത്തിയില്ല. മുറിവേറ്റ് നരഭോജി നേരെ തിരിഞ്ഞു നോക്കിയത് കോർബറ്റ് ഇരുന്ന മരത്തിലേക്കാണ്. ഇരച്ചു വന്ന പ്രതികാരത്തിൻ്റെയും അപ്രതീക്ഷിതമായി അനുഭവപ്പെട്ട വേദനയുടെയും കാഠിന്യം ഒരു ഗർജനത്തിലൂടെ വിളിച്ചറിയിച്ചുകൊണ്ട് ശരവേഗത്തിൽ അവൻ ആ മരത്തിന് നേരെ പാഞ്ഞു വന്നു. കോർബറ്റ് ഇത് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ടിരുന്നു. താനിരിക്കുന്ന മരത്തിന് നേരെ പാഞ്ഞു വരുന്ന നരഭോജിക്ക് നേരെ അദ്ദേഹം തോക്ക് ചൂണ്ടി. ആ വരുന്ന വരവിൽ തന്നെ ഒരു ചാട്ടം. അതുമാത്രം മതി കോർബറ്റിനെ അവനെ കീഴടക്കുവാൻ. അടുത്ത നിമിഷം രണ്ടാമതും കോർബറ്റിൻ്റെ തോക്ക് ഗർജിച്ചു. പാഞ്ഞു വന്ന കടുവയുടെ ഹൃദയത്തിന് നേരെ ആ ബുള്ളറ്റ് തുളഞ്ഞു കയറി. കടുവയുടെ കാലുകൾ ഇടറി. വേഗത്തിൽ തന്നെ വന്ന അവൻ കോർബറ്റിരുന്ന മരത്തിൽ ശക്തിയോടെ വന്നിടിച്ചു. ഇടിച്ച ഭാഗമെല്ലാം ചോരയിൽ ചുവന്നു. അതേ നിമിഷം തന്നെ ആ കടുവ മരത്തിൽ ഇടിച്ചതിന് ശേഷം ആ ചെരുവിലൂടെ താഴേക്ക് തലകീഴായി പതിക്കുവാൻ തുടങ്ങി. ഇടയ്ക്കുണ്ടായിരുന്ന ഒരു ചെറിയ കുളത്തിൽ അവൻ ഉരുണ്ട് പതിക്കുകയും ചെയ്തു. ആ വെള്ളക്കെട്ട് മുഴുവൻ അവൻ്റെ രക്തത്തിൽ ചുവപ്പ് നിറമായി. എന്നാൽ അവൻ വീണ്ടും അതിൽ നിന്ന് താഴേക്ക് തെന്നിപ്പോവുകയും ആ ചെരുവിൽ നിന്നിരുന്ന മരങ്ങളിലെ ശിഖരങ്ങൾ ഓടിച്ചുകൊണ്ട് താഴേക്ക് മറയുകയും ചെയ്തു.
തുടർച്ചയായ 15 മണിക്കൂറുകളാണ് കോർബറ്റ് ആ മരത്തിലുണ്ടായിരുന്നത്. എങ്കിലും കടുവ താഴേക്ക് വീണു പോയതിന് പുറകെ തന്നെ കോർബറ്റ് മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. മരത്തടിയിൽ പറ്റിയിരുന്ന രക്തമെല്ലാം ആ ഇറക്കത്തിൽ കോർബറ്റിൻ്റെ വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചു. നന്നായിട്ടൊന്ന് വലിഞ്ഞു നിവർന്നതിന് ശേഷം കോർബറ്റ് കടുവ വീണുപോയ വഴിയെ പതുക്കി ഇറങ്ങി. കുറച്ചിറങ്ങിയപ്പോൾ തന്നെ കടുവ താഴെയുള്ളൊരു പാറക്കുളത്തിൽ മരിച്ചു കിടക്കുന്നതായി കോർബറ്റ് കണ്ടു. 2 വെടിയോച്ചുകളും കേട്ട കോർബറ്റിൻ്റെ സഹായികൾ അപ്പോഴേക്ക് മുകളിലെത്തിയിരുന്നു. ഓടിയെത്തി അവർ രക്തം പുരണ്ട മരവും നിലത്ത് കിടന്ന എൻ്റെ തൊപ്പിയും കണ്ടിട്ടും എന്നെ കടുവ കൊണ്ടുപോയി എന്നനുമാനിച്ചില്ല. മരത്തിനടുത്തു നിന്നും തൻ്റെ സഹായികളുടെ ശബ്ദങ്ങൾ കേട്ട കോർബറ്റ് അവരെ താൻ ഇവിടെ ഉണ്ടെന്ന് വിളിച്ചറിയിച്ചു. അവർ ഓടി താഴേക്ക് ഇറങ്ങിച്ചെന്നു. എന്നാൽ അവർ കണ്ടത് വസ്ത്രം മുഴുവൻ രക്തത്തിൽ കുളിച്ചിരിക്കുന്ന കോർബറ്റിനെയാണ്. അവർ ഓടിച്ചെന്ന് കോർബറ്റിനെ പരിശോധിച്ചു. അത് ആ കടുവയുടെ രക്തമാണെന്ന് മനസ്സിലാക്കിയ അവർക്ക് സമാധാനമായി. കുറച്ചു നേരത്തിന് ശേഷം അവർ കടുവയെ കണ്ടെത്തി. സന്തോഷത്തോടെ അവർ ബലമുള്ളൊരു തടി വെട്ടിയെടുത്ത് കടുവയുടെ കൈകാലുകൾ അതിൽ ശക്തമായി കെട്ടി. പിന്നീട് അവർ ആർപ്പുവിളിയോടെ ആ കുന്നു കയറി ഗ്രാമത്തിലേക്ക് യാത്രയായി. ഞാൻ സേവനമനുഷ്ഠിച്ചു വരുന്ന ഗ്രാമങ്ങളിലെ ഗ്രാമീണർക്ക് തങ്ങളുടെ ചുറ്റുപാടിനെക്കുറിച്ച് നല്ല അറിവുള്ളതുപോലെ അവർ നല്ല അന്ധവിശ്വാസികളും കൂടിയാണ്. ഓരോ മലയിടുക്കിലും താഴ്വരയിലും കുന്നിൻ മുകളിലും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഓരോരോ ആത്മാക്കളുണ്ടെന്ന് അവർ വിശ്വസിച്ചു. ഇത്തരം ഭയാനകമായ ആത്മാക്കളെ ഏറ്റവും കൂടുതൽ അവർ ഭയക്കുന്നത് രാത്രി സമയങ്ങളിലുമാണ്. ഇത്തരം ചുറ്റുപാടുകളിൽ നിന്നും വളർന്നു വന്ന ഒരാൾ 1 വർഷത്തോളമായി ഒരു നരഭോജിയുടെ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ നിരായുധനായി ഒറ്റയ്ക്ക് സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെ അയാളുടെ സങ്കല്പത്തിൽ ആത്മാക്കൾ വിഹരിക്കുന്ന വനത്തിലൂടെ തൊട്ടടുത്തൊരു നരഭോജി പതിയിരിക്കുന്നുണ്ടെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ആ വനത്തിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ അയാളിൽ വളരെയധികം ധൈര്യവും മികച്ച ഗുണങ്ങളും നിറഞ്ഞിരിക്കണം. അയാളുടെ മനസ്സിൽ അയാൾ അസ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കപ്പെടുന്നതിനു വേണ്ടിയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആ വീരകൃത്യത്തിന് അദ്ദേഹത്തിന് ഞാൻ ബഹുമതി നൽകുന്നു. നരഭോജിയെ ഗ്രാമത്തിൽ എത്തിച്ചതിന് ശേഷം എൻ്റെ അഭ്യർത്ഥന പ്രകാരം അയാൾ നരഭോജിയുടെ അരികിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഞാനൊരു ഫോട്ടോഗ്രാഫ് അതേ രീതിയിലെടുത്തു. നിറക്കണ്ണുകളോടെ അയാൾ എന്നെ നോക്കി. പിന്നീട് ശാന്തമായി അയാൾ എന്നോട് പറഞ്ഞു, സാഹിബ്, ഞാനിപ്പോൾ തൃപ്തനാണ്. എൻ്റെ മകനു വേണ്ടി നിങ്ങൾ പ്രതികാരം ചെയ്തതിൽ ഞാനിപ്പോൾ തൃപ്തനാണ്.